ഗൈസ് നമ്മളിപ്പം വാരിങ്ക പൂൾസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 100 കിലോമീറ്റർ ഇപ്പോൾ സ്പ്രിംഗ് ബുക്ക് നാഷണൽ പാർക്ക് വന്നേക്കുവാണ്. ഇവിടെ നമ്മൾ കണ്ട സ്ഥലത്തിൻ്റെ അഡ്രസ്സ് വെച്ച് വന്നപ്പോൾ ഇവിടെയാണ് എത്തിയത്. പക്ഷേ ഇത് പുർലിംഗ് ബ്രൂക്ക് ഫോൾസ് അങ്ങനെ എന്തോ സ്ഥലമാണ് എഴുതി വെച്ചേക്കുന്നത്. നമ്മളവിടെ എത്തി വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തു. ഇനിയും ഇതിൻ്റെ ആരോ വെച്ച് നടക്കാനാണ് പ്ലാൻ. പക്ഷേ അറിഞ്ഞൂടാ മറ്റേ നമ്മൾ കണ്ട സ്ഥലം ഇവിടെയാണ്. എന്താണെങ്കിലും അങ്ങോട്ട് പോയി നോക്കാം. ഇത് ഗോൾഡ് കോസ്റ്റ് സിറ്റി കൗൺസിലിൻ്റെ അണ്ടറിലാണ് വരുന്നത്. അപ്പോൾ ബ്രിസ്ബെയിനിൽ നിന്ന് അത്യാവശ്യം 120 കിലോമീറ്ററോളം ദൂരം ഉണ്ടായിരുന്നു. നമ്മൾ രണ്ട് മണിക്കൂറിന് മേലെടുത്ത് നമ്മളിവിടുത്തെ പോയി നോക്കാം. ഇവിടെ എന്തോ ഒരു എൻട്രൻസ് ഉണ്ട്, ഈ വഴിയാണെന്നാണ് എൻ്റെ വിശ്വാസം. മാപ്പ് സോ ഗൈസ്, ഇവിടെ 2 ട്രാക്സാണുള്ളത്. ഒന്ന് നമ്മൾ പറഞ്ഞ ആ പേരുള്ള വാട്ടർഫോൾസും പിന്നെ വാരിങ്ക പൂൾ ട്രാക്കും. അപ്പം ആദ്യത്തേതാണെങ്കിൽ 2 മണിക്കൂർ, രണ്ടാമത്തെയാണെങ്കിൽ 3 മണിക്കൂർ. സോ ഗൈസ്, നമ്മൾ വാട്ടർഫോൾസിൻ്റെ ലുക്കൗട്ടിലേക്കാണ് ഇപ്പോൾ എത്തിച്ചേക്കുന്നത്. അവിടെ നിന്ന് തുടങ്ങിയിട്ടൊരു 200 മീറ്റർ കഴിയുമ്പോഴത്തേന് നമുക്ക് ലുക്കൗട്ട് കിട്ടും. ആ കാണുന്നതാണ് മറ്റേ വാട്ടർഫോൾസ്. അങ്ങനെ ഗൈസ്, നമ്മൾ രണ്ടാമത്തെ വ്യൂ പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ നല്ല മഴ ആയതുകൊണ്ട് നടക്കുന്ന വഴി മൊത്തം ചളുമ്പയും ചെളിയുമാണ്. ഇവിടെ നോക്കുമ്പോൾ വെള്ളച്ചാട്ടം, നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ മേളിലാണ് ഗൈസ്. നമ്മൾ വന്നത് നന്നേ താമസിച്ചായതുകൊണ്ട് നമുക്ക് എവിടെയും നിൽക്കാൻ സമയമില്ല. അതുതന്നെ നമ്മൾ ഒരു റോഡിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ചെളി മഴയൊക്കെ ആയിട്ട് ഫുൾ ഇവിടെ ചെളിയാണ്. പക്ഷേ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസാണ്. നിങ്ങൾ അങ്ങോട്ടൊക്കെ നോക്കൂ, അവിടെ വെള്ളം ഗൈസ്. ഈ വെള്ളം ചാടുന്നതുകൊണ്ട് ഇതൊരു വെള്ളച്ചാട്ടമാണ്. ഗൈസ്, ഈ ചളുമ്പ ഇല്ലെങ്കിൽ ഇതൊരു ഈസി ഹൈക്കാണെന്നാണ് എനിക്ക് ഇതുവരെ തോന്നിയത്. പക്ഷേ ഇത് മൊത്തം ചെളി ആയതുകൊണ്ട് നമുക്ക് പ്രോപ്പർ ഹൈക്കിങ് ആക്സസറീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടും ഇത് അത്യാവശ്യം നമ്മൾ കാലെല്ലാം തെന്നി പോകുന്നുണ്ട്. സോ മഴയുള്ള സമയത്ത് വരികയാണെങ്കിൽ വേണ്ട സാധനങ്ങൾ കൊണ്ടുവന്നാൽ നന്നായിരിക്കും. ഗൈസ്, നമ്മൾ കോടമഞ്ഞിൽ ഓഹോയ്, താഴ്വരയിൽ ഓഹോയ്, മഞ്ഞിക്കൂടാണ്. യെസ്, നമ്മൾ മഞ്ഞിൽ കൂടാണ്. ഇപ്പം അത്ര വലിയ കോടയൊന്നുമില്ല, എന്നാലും ചെറിയ രീതിയിലൊക്കെ കോടയിൽ കൂടാണ് ഇപ്പോൾ നമ്മൾ സഞ്ചാരം തുടരുന്നത്. പിന്നെ വരുന്ന വഴിക്ക് അട്ടയുണ്ടായിരുന്നു, എനിക്ക് 2 കിട്ടി, ഇവർക്ക് ഇതുവരെ ഒന്നും കിട്ടിയില്ല. സോ ഇൻ കേസ് ഇഫ് യു ആർ കമ്മിങ്, എന്തെങ്കിലും പ്രൊട്ടക്റ്റീവ് ആയിട്ട് സാധനം കൊണ്ടുവരിക. അതാണ് ഞാനും ചോദിച്ചത്. ഗൈസ്, അപ്പോൾ ഇതാണ് ആ പറഞ്ഞ വാട്ടർഫോൾ. നമ്മൾ വാട്ടർഫോളിൻ്റെ ചോട്ടിലെത്തിയില്ല, എന്നാലും നമ്മൾ വാട്ടർഫോൾ മുറിച്ച് കിടക്കുന്നവരാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ആരോ ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നുണ്ടായിരുന്നുണ്ട്, നമുക്ക് അധികം നേരം അവിടെ നിൽക്കാൻ പറ്റില്ല. എന്നാലും ഇതാണ് പറഞ്ഞ വാട്ടർഫോൾ. ഗൈസ്, നമ്മൾ വീണ്ടും അടിപൊളി ലൊക്കേഷനുകളിലേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആ വെള്ളച്ചാട്ടം കഴിഞ്ഞപ്പോൾ നമ്മൾ ഇങ്ങനൊരു പാറയിലേക്ക് എത്തി. ഈ പാറ ശരിക്കും നമുക്ക് ക്രോസ് ചെയ്യേണ്ട, പക്ഷെങ്കിൽ ജസ്റ്റ് നമുക്ക് ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങോട്ട് കയറിയതാണ്. സോ ഗൈസ്, ഇതാണ് വാട്ടർഫോൾസ് എൻഡ് ചെയ്യുന്ന സ്ഥലം. അപ്പം ഇവിടെ ഒരു പൂൾ പോലെ ഉണ്ടെങ്കിൽ ഇവിടെ ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം അത് കണ്ടിട്ട് തന്നെ നല്ല അത്യാവശ്യം ഇവിടെ നല്ല ആഴമുള്ള പോലെ ഉണ്ട്. ഇനി ഈ സർക്യൂട്ട് അല്ലെങ്കിൽ ഈ ട്രെയിൽ അങ്ങോട്ട് പോകുമ്പം ആണ് വീണ്ടും പൂളെത്തുക. അപ്പോൾ ഇവിടെ കൊണ്ടാണ് ആദ്യം പറഞ്ഞ ട്രെയിൽ സെൻഡ് ചെയ്യുന്നത് വാട്ടർഫോൾ. ഇനി അങ്ങോട്ട് പോകാനുള്ള വീഡിയോ എടുക്കാൻ എൻ്റെ ചാർജ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുന്നു. പൂളിൻ്റെ വീഡിയോസ് മാത്രം കഴിയുമ്പോൾ എടുക്കും. നീരടിച്ചിട്ട് വെള്ളം കുടിക്കാനുണ്ട്, തലവേദന എടുത്തു. ഗൈസ്, നമ്മളങ്ങനെ ഫൈനലി ആ പൂളിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ഇതാണ് എന്തായാലും സ്ഥലത്തിൻ്റെ ഒരു എന്തോ ഒരു പൂൾ. ഇത് ഷീസാൻ അടിപൊളി ലൊക്കേഷൻ. കണ്ടിട്ട് ഈ സൈഡിലൊക്കെ അത്യാവശ്യം നല്ല ആഴം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്നാലും സ്വിം ചെയ്യേണ്ടവർക്ക് സ്വിം ചെയ്യാം. അപ്പം
നിങ്ങൾ മറ്റേ ആ വാട്ടർഫോൾസിൽ വരുന്നുണ്ടെങ്കിൽ എന്ത് വേണേലും ഒരു കിലോമീറ്ററോടെ കഷ്ടപ്പെട്ട് ഇവിടെ വരെ വരിക. ഇത് അതിൻ്റെ വെർത്തായിട്ടുള്ള സ്ഥലമാണ്. അടിപൊളി. ഇവിടെ വന്ന് നീന്തേണ്ടവർക്ക് നീന്തി, ഇപ്പോൾ പാറയൊക്കെ ഉണ്ട്, പാറയിലൊക്കെ ഇരുന്ന് അടിപൊളിയായിട്ട് പോകാം. സോ എൻ്റെ ഫോണിൻ്റെ ചാർജ് തീരാറായതുകൊണ്ട് കറക്റ്റ് ഇവിടെ എത്തിയത് വരെ ഫോണിന് ചാർജ് നിന്നു. അപ്പം ഇവിടെ വെച്ച് ഞങ്ങൾ ഷൈനിങ് ഓഫ്.